തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. സ്വകാര്യ ജീവിതം നന്നായെങ്കിലേ, രഹസ്യ ജീവിതം നന്നായെങ്കിലേ അവിടെ പടച്ചോനെ പേടിയുള്ള ആളെ പറ്റി പടച്ചോനെ പേടി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടോ നിങ്ങൾ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു തആല പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അള്ളാന്റെ അർശിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ല, ഒരു കാക്കക്കിരിക്കാനുള്ള തണലില്ല. ആ പൊരിഞ്ഞ വെയിലത്ത് 7 കൂട്ടർക്ക് അല്ലാഹു തആല പ്രത്യേക അർശിന്റെ തണലിട്ട് കൊടുക്കും. ആ 7 കൂട്ടരാരാ? ആ 7 കൂട്ടർ എങ്ങനെ അങ്ങോട്ട് എണ്ണിയ കൂട്ടത്തിൽ ആ 7 കൂട്ടരിൽ എണ്ണിയ ഒരാളാണ്. സ്വകാര്യ ജീവിതം നന്നായോ ഇല്ലേ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു അനുഭവം എനിക്കും നിങ്ങൾക്കുണ്ടായി. എന്നാ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? സ്വയം ഒരു വിചാരണ നടത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അർശിന്റെ തണലാണ് കിട്ടുന്ന ആർക്ക്? റജുലൻ, ഒരു മനുഷ്യൻ. ദഅതുഹും റഅ, അയാളെ ഒരു പെണ്ണ് വിളിച്ചു. ദാതു മൻസിബിൻ വ ജമാലിൻ, ഏതോ ഒരു അണ്ണാച്ചി പെണ്ണല്ല വിളിച്ചത്. ദാതു മൻസിബിൻ വ ജമാലിൻ, നല്ല തറവാട്ടിൽപ്പെട്ട ഭംഗിയുള്ള സുന്ദരിയായ ഒരു പെണ്ണ് അവനെ ക്ഷണിച്ചു. ദഅതുഹും റഅതുൻ ദാതു മൻസിബിൻ വ ജമാൽ, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, അവൻ ഒറ്റക്ക് നല്ല ഭംഗിയുള്ള ഒരു തീ, തറവാട്ടുകാരിയായ ഒരു തീ അവനെ വേണ്ടാത്തരത്തിന് വിളിച്ചു. ഫഖാല, അപ്പൊ അവൻ പറഞ്ഞു, ആരുമില്ല, അവനും അവളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസരം നമുക്കൊക്കെ വന്നാൽ നമ്മൾ എന്തോ പറയും? സ്വയം വിലയിരുത്തുക. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സ്വയം വിലയിരുത്തുക. എന്നാൽ അവനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ആ സമയത്ത് അവൻ ആണത്തത്തോടെ പറയും, ഇന്നി യഖാഫുല്ലാഹ്, മോളെ വണ്ടി വിട്ടോ, എനിക്ക് പടച്ചോനെ പേടിയാ. ഇന്നി യഖാഫുല്ലാഹ്, അല്ലാഹനെ പേടിക്കണം മോളെ എന്ന് പറയുന്നയാൾ. കണ്ടോ നിങ്ങൾ, സ്വകാര്യ ജീവിതം നന്നായ ആളാണ്, സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ചയാളാണ്. ഇങ്ങനെ പേടിച്ച ധാരാളം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നോക്കിക്കോ, സൂറത്ത് യൂസുഫിൽ ഇതിന് പറയാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. കണ്ടോ, ഏറ്റവും നല്ലൊരു വാക്ക് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ നല്ല തറവാടും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരു ഒന്നാന്തരം പെൺകുട്ടി വന്ന് വിളിക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ. അതും ആര്? യൂസുഫ് നബി അലൈഹി സ്വലാം ആ വീട്ടിലെ ദാസനാണ്. അങ്ങനെയാണല്ലോ കഥ. സുലൈഹാ ബീവിയാണ് വിളിക്കുന്നത്. പിന്നീട് ഈ സുലൈഹാ ബീവി യൂസുഫ് നബിയുടെ ഭാര്യയായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സുലൈഹാ ബീവിയുടെ ഭാഗ്യം എന്ന് പറയാം. അതാ കാലങ്ങൾക്കു ശേഷം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചരിത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് കലാശിച്ചത്, നിങ്ങൾക്കറിയാം. ഞാൻ ചരിത്രം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഹ വിളിച്ചത് എങ്ങനെയാ? ആ സാഹചര്യം എടുത്തു കാണിക്കാനാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. വറാവദതുഹു, യൂസുഫിനെ വിളിച്ചു. അല്ലത്തി, ഒരുത്തി വിളിച്ചു. ഹുവ ഫീ ബൈതിഹാ, യൂസുഫുള്ളത് അവളുടെ വീട്ടിലാണ്. കണ്ടോ, എല്ലാ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെന്ന് വരുത്താൻ. യൂസുഫ് നബി അവളുടെ വീട്ടിലാണ്. അങ്ങനത്തെ ഒരുത്തി യൂസുഫ് നബിയെ വിളിച്ചു. എന്തിനാൻ നഫ്സിഹി, യൂസുഫ് നബിയോട് ആവശ്യപ്പെട്ടു. അൻ നഫ്സിഹി, തന്റെ ശരീരം ഒന്ന് കീഴ്പ്പെടുത്തി തരണോ. യൂസുഫേ, നിന്റെ ശരീരം എനിക്ക് വേണോ, നിന്റെ ആ മേനി എനിക്ക് വേണം എന്ന് യൂസുഫിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആരോ വരും കാണുന്നൊക്കെയുള്ള പേടിയുണ്ടോ? എല്ലാ വാതിലുകളും അവൾ ശരിക്ക് അടച്ച് സാക്ഷയിട്ടിരിക്കുന്നു. വാതിൽ അടച്ചു എന്ന് പറഞ്ഞതിൽ ഏറ്റവും ശക്തമായ കുറ്റിയിട്ട് ശരിക്ക് സാക്ഷയിട്ട് കൂട്ടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നാ മഹാന്മാർ പറയുന്നത്. കാരണം വല്ലക്ക എന്ന പ്രയോഗം തെളിയിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയണ്ട, വലക്കത്തിൽ അബ്വാബ് എന്ന് പറഞ്ഞാൽ മതി. വല്ലക്കത്തിൽ അബ്വാബ്, വാതിലുകൾ ഭദ്രമായി തട്ടി അടച്ചു പൂട്ടിയിട്ടു. എന്നിട്ട് വക്കാലത്ത് അവൾ പറഞ്ഞു, യൂസുഫേ ഇങ്ങു വാ. ഉണ്ടോ, എന്താണ് ആ വിളി? എല്ലാ നിലക്കും അവൾ അണിഞ്ഞൊരുങ്ങി വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി അർദ്ധനഗ്നയായിട്ട് അവൾ വിരിപ്പിൽ കിടന്നിട്ട് പറഞ്ഞു, യൂസുഫേ ഇങ്ങു വാ, ഹൈത്തലക്, ഇങ്ങു വാ,
ഖാല മഅദല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു മഅദല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹ് കാക്കട്ടെ, ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് മോളെ അല്ലാഹ് എന്നെ കാക്കട്ടെ. കണ്ടങ്ങൾ അല്ലാഹനെ പേടിച്ചു. എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന എന്റെ റബ്ബിനോട് ഞാൻ അക്രമം കാണിച്ചുകൂടാ, അക്രമികൾ വിജയിക്കില്ല. മോളെ ഇത് ചെയ്യാൻ കഴിയില്ല, ഇത് അസീസ് രാജാവിനോട് ചെയ്യുന്ന അക്രമമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. കണ്ടോ നിങ്ങൾ, എത്ര നല്ല വാക്കാണ് ഈ പറഞ്ഞത്. മഅദല്ലാഹ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ നമുക്ക് തഖ്വയുണ്ടാകോ? ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ഉളുപ്പില്ലാതെ പലപ്പോഴും ബിദ്അത്തിന്റെ കക്ഷികൾ. യൂസുഫ് നബി അലൈഹിസ്സലാമിനും മനസ്സിൽ ഒരു ചെറിയ പൂതി ഉണ്ടായിരുന്നു എന്ന് പറയൽ ഉളുപ്പുണ്ടോ ഈ ടീമിന്? നിങ്ങൾ ചിന്തിക്കണം, ഉളുപ്പുണ്ടോ ഈ ടീമിന്? അവർ വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്. എന്തേ? തൊട്ടുപിറകിൽ ആയത്തുണ്ട്, വലക്കത് ഹമ്മത്ത് ബിഹി, സുലൈഖ യൂസുഫിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. വഹമ്മ ബിഹാ, യൂസുഫും അവളെ ആഗ്രഹിക്കുമായിരുന്നു. ലൗലാ അൻ റആ ബുർഹാന റബ്ബി, റബ്ബിന്റെ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നു. പടച്ച റബ്ബിന്റെ രേഖ മുമ്പിൽ കണ്ടപ്പോ, ആ വലിയ അത്ഭുതം മുന്നിലങ്ങ് കണ്ടപ്പോ ആഗ്രഹിക്കുക പോലും ചെയ്തില്ല. അതാണ്. എന്നാൽ അതിനെ പലപ്പോഴും കഷ്ണം മുറിച്ചു വെച്ച് ഇമാം ഖുർത്തുബി പറയുന്നു, ഇങ്ങനെ ഇതിനർത്ഥം പറയാൻ പറ്റൂ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ഇസ്മത്തിനെ നിഷേധിച്ചുകൊണ്ട് ഈ ഭാഗത്താണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വൈകാരികമായി യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് സുലൈഖയിൽ ആശിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നവരെ ഖണ്ഡിക്കുകയാണ് ഇമാം റാസി. എന്നിട്ട് ഇമാം റാസി പറഞ്ഞു, നിങ്ങൾ ആരെ കക്ഷിയാണോ? അള്ളാന്റെ കക്ഷിയാണോ? അള്ളാഹ് പറയുന്നു യൂസുഫ് കുറ്റക്കാരനല്ല. പടച്ച റബ്ബ് പറഞ്ഞു യൂസുഫ് കുറ്റക്കാരനല്ല. അള്ളാഹുവിന്റെ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് മതിയായ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് യൂസുഫ് നബിയുടെ മുമ്പിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആ റൂമിൽ യാക്കൂബ് നബി എവിടെയോ അകലെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാക്കൂബ് നബിയുടെ ചിത്രം അള്ളാഹു അവിടെ കാണിക്കുന്നു എന്ന് നോക്ക് നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, എന്തിനാണ് യൂസുഫ് നബിയെ തൊട്ട് വേണ്ടാത്തരം തിരിച്ചു കളയാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. വൃത്തികേടിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷിക്കാനാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. കാരണം എന്തുകൊണ്ട്? യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മുടെ സെലക്ടഡ് അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം ആരാ? സെലക്ടഡ് അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാ. ഇത് ഏതോ രണ്ടാംകിട ആളല്ല. മിൻ ഇബാദിനൽ മുഖ്ലസീൻ. മുഖ്ലസീങ്ങളായ എന്റെ ഇബാദിനെ പേപ്പിക്കാൻ കഴിയൂലെന്ന് പിശാചിനോട് അള്ളാഹ് പറഞ്ഞതാ. എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ടീമുണ്ട്, അവരെ എനിക്ക് പേപ്പിക്കാൻ കഴിയില്ല. ആ തെരഞ്ഞെടുക്കപ്പെട്ട ടീമിലാണ് യൂസുഫ് നബി എന്ന് അള്ളാഹ് പറയുന്നു ഖുർആനില്. എന്നാലോ പിശാച് പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് നീ ദീർഘായുസ് എന്നാ ഞാൻ മുഴുവൻ എണ്ണത്തിനെ പേപ്പിക്കുന്നു. അവിടെ പറഞ്ഞു, അവനും പറഞ്ഞു, ഇല്ല ഇബാദക്കൽ മുഖ്ലസീൻ, ദാ നിന്റെ ടീമില് ഏതുണ്ട്? ഒരു സെലക്ടഡ് ടീമുണ്ട്, അവരെ പേപ്പിക്കാൻ എനിക്ക് കഴിയൂല കേട്ടോ. ആരാ പറയണത്? പിശാച് അള്ളഹാനോട്. അപ്പൊ മഹാനവറുകൾ ചോദിക്കുകയാണ്, യൂസുഫ് നബി പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. സുലൈഖ അതിലെ കക്ഷിയാണ്. സുലൈഖ പിന്നീട് പറഞ്ഞു, ജയിലിൽ നിന്നൊക്കെ മോചനം കിട്ടിയതിനു ശേഷം സുലൈഖ പറഞ്ഞു, യൂസുഫിനെ ആരും കുറ്റം പറയരുത്, എല്ലാ കെണിയും ഉണ്ടാക്കിയത് ഞാനാണ്. സുലൈഖ പറഞ്ഞു, യൂസുഫിൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, യൂസുഫിന് എന്നോട് അങ്ങനെ വൈകാരികമായ മോഹവും തോന്നിയിട്ടില്ല. സുലൈഖ പറഞ്ഞു. പ്രശ്നത്തിലെ രണ്ട് കക്ഷികളും പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ എന്നല്ല യൂസുഫ് നിരപരാധിയാണ് എന്ന് രണ്ട് കക്ഷിയും പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു യൂസുഫിനെ പേപ്പിക്കാൻ കഴിയൂല, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പേപ്പിക്കാൻ കഴിയില്ല. എന്നാലോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പേപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് മാത്രമല്ല പിശാചും പറഞ്ഞു അള്ളാഹുവിനോട്. തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളെ പേപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ആരെ പാർട്ടിയാ? അള്ളാന്റെ പാർട്ടിയാണെങ്കിൽ അള്ളാഹ് പറയുന്നത് കേൾക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം റാസി പറഞ്ഞതാ. അള്ളാന്റെ പാർട്ടിയാണെങ്കിൽ അള്ളാഹ് പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിഷ്പക്ഷമായി സുലൈഖ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് വിശ്വാസമുള്ളവർ അവർ പറഞ്ഞത് കേൾക്കാം. ഇനി ഒന്നും വിശ്വാസമല്ല, നിങ്ങൾ ഇബ്ലീസിന്റെ കക്ഷിയാണല്ലോ, നിങ്ങൾ ഇബ്ലീസ് പറയുന്നതെങ്കിലും കേൾക്കലല്ലേ മാന്യത. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പേജുകളോളം ചെലവഴിച്ച് യൂസുഫ് നബിയിൽ നിന്നൊരു കുഴപ്പമുണ്ടായിട്ട് ഒരു വിചാരം പോലും ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിച്ചിട്ട് മഹാനവറുകൾ പറയും, ഏറ്റവും ചുരുങ്ങിയത് ഇബ്ലീസിന്റെ കക്ഷിയാണെങ്കിൽ ഇബ്ലീസ് പറഞ്ഞു കേൾക്കണ്ടേ. ഇബ്ലീസ് പറഞ്ഞു, എനിക്ക് ഈ
പ്രധാനപ്പെട്ട അടിമകളെ പഴപ്പിക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ അതും പഴപ്പിക്കാൻ കഴിയുന്നോ? അള്ളാന്റെ റസൂല് തെറ്റ് ചെയ്യുന്നോ? മറ്റു നബിമാര് തെറ്റ് ചെയ്യുന്നോ? ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയേണ്ടതില്ല. പക്ഷെ ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോ ഇത് മറ്റു നാടുകളിലൊക്കെ എത്താനുള്ളതാണ് ഈ CD എന്നതുകൊണ്ട് പ്രത്യേകം പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി അവസാനം ആ ചർച്ച അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. എന്ത് കുന്നാ ഫീ അവ്വലിൽ അംരി തലാമിദത ശൈത്വാൻ. ഞങ്ങൾ ആദ്യത്തിലൊക്കെ പിശാചിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് പിശാചിന്റെ ഉസ്താദുമാരാകാനുള്ള യോഗ്യത കിട്ടിയിട്ടുണ്ട്. വിഡ്ഢിത്തം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇമാം റാസി പറഞ്ഞതാണ്. യൂസുഫ് നബി തെറ്റ് ചെയ്തു എന്ന് പറയുന്നവരെ കുറിച്ച് ഈ ആയത്ത് ധരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം. ഏതാവട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടു